ദൈവനാമത്തിന് സ്തുതി. എൻ്റെ പേര് അഖിൽ. ഞാൻ വരുന്നത് ചേർത്തല ആരാശ്വരം സെൻറ്റ് ജോർജ് അടവുകളിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ജർമ്മൻ പഠനമാണ്. എല്ലാവരും പോലെ തന്നെ ഉടമ്പടി എടുത്താൽ ജർമ്മനി പോകാമെന്നുള്ളൊരു ഇത് വെച്ച് മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഉടമ്പടി എടുക്കുക, എന്നോട് ആരും നിർബന്ധിച്ചിട്ടുമില്ല. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി ഉടമ്പടി എടുക്കാം. പക്ഷേ ഉടമ്പടി എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2025 സെപ്റ്റംബർ 13 ഞാൻ ഉടമ്പടി എടുത്തത്. അന്നപ്പോൾ വരുമ്പോഴാണ് എനിക്ക് ഇവിടെ പത്രം കൊടുക്കണം, പിന്നെ ബൈബിൾ വായിക്കണം, ഉപവാസം എല്ലാം അതിനെക്കുറിച്ച് അറിയാവുന്നത്. ഞാനങ്ങനെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുവരെ പാസ്സാവാത്ത ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള എംപ്ലോയറാണ്. അവരുടെ ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ ഞാൻ എൻ്റെ മെറിറ്റിൽ അഹങ്കരിച്ച് ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥന കുറച്ച് ഉഴപ്പി. അപ്പോഴത്തേക്കും അത് ഞാൻ സെക്കൻഡ് ഇൻ്റർവ്യൂ പാസ്സായില്ല. അങ്ങനെ പിന്നെ സമയങ്ങൾ കടന്നുപോയി. പിന്നെ ജനുവരി ആയപ്പോൾ ഞാൻ പിന്നെയും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് പാസ്സായി. പിന്നെ സെക്കൻഡ് റൗണ്ട് പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഏജൻസി ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു ആഡ് പോലെ വന്നു. ഞാനപ്പോൾ ഞാൻ കറണ്ടിൽ കൊടുത്തിരുന്ന ഏജൻസി മാറ്റി വേറൊരു ഏജൻസിയിൽ കൊടുത്തു. ആ ഏജൻസിയിൽ കൊടുത്തു. അവർ ഫസ്റ്റ് വീക്കെൻഡ് എനിക്ക് ഇൻ്റർവ്യൂ ഇട്ട് തന്നു. ഞാൻ അവിടെ കൊടുക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി ഒരു ലാസ്റ്റ് ആയപ്പോഴാണ് കൊടുത്തത്. മാർച്ച് ഫസ്റ്റ് വീക്ക് ആയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഇട്ട് തന്നു. പക്ഷെ ഞാൻ ഇതിന് മുന്നേ കൊടുത്ത ഏജൻസിയിൽ എംപ്ലോയർ തന്നെയായിരുന്നു വിട്ടത്. അപ്പോൾ ഞാൻ രണ്ടും പഴയ ഏജൻസിയിൽ നേഴ്സിങ്ങും പുതിയ ഏജൻസിയിൽ സിവിൽ ആൻഡ് കൺസ്ട്രക്ഷൻ ഹൗസ് ബിൽഡിംഗ് എന്നൊരു കോഴ്സുമാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ എംപ്ലോയറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഒരാഴ്ച മുന്നേ പഴയ ഏജൻസിയിൽ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാറിക്കൊടുക്കുമ്പോൾ അവർക്ക് പ്രശ്നമാണത്. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിയോടും പറഞ്ഞു, മാം ഞാനിത് അറ്റൻഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇവരുടെ കഴിഞ്ഞ ആഴ്ച ഇവരുടെ നേഴ്സിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അവർ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മാം പറഞ്ഞ് അറ്റൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഓൾമോസ്റ്റ് ഒരു 30 ആൾക്കാരോളം ഉണ്ടായിരുന്നു. അതിലാകെ അവർ 3 പേരെ സെലക്ട് ചെയ്തുള്ളൂ. അപ്പോൾ എനിക്കിനി അടുത്ത എന്ത് ചാൻസ് എന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഞാൻ വെറുതെ എൻ്റെ ഏജൻസിയിലെ മാമിനോട് ഞാൻ ചോദിച്ചു, മാം എനിക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മാം എന്നോട് പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്ട് അവർ ഡയറക്റ്റ് എന്നെ സ്കൂൾ ഇൻ്റർവ്യൂലോട്ട് എന്നെ റിക്രൂട്ട് ചെയ്തു. അപ്പോൾ എംപ്ലോയർ പ്രശ്നമില്ല, എനിക്ക് അങ്ങനെ ഈ 30 പേര് 30-ൽ 3 എന്ന ഇതിൽ 4-മതായി എന്നെയും തിരഞ്ഞെടുത്തു. അങ്ങനെ അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് മെയിൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതും എൻ്റെ മെറിറ്റിലല്ല, ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാനിത് പാസ്സായി. അതിനുശേഷം എനിക്ക് മാർച്ച് അവസാനം കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞ് വിസയ്ക്ക് വെക്കാൻ വേണ്ടി ഞാൻ വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ ഒരു ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ മാതാവേ എനിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്, പൈസ കുറേ ഇപ്പോൾ ആവശ്യം വരും, അങ്ങനെ തടസ്സങ്ങളുണ്ടാകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഒരു 5 എന്ന നമ്പരും 55 എന്ന നമ്പരും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നിട്ടിരുന്നു. അതിനുശേഷം അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡേറ്റ് കിട്ടിയത് ജൂണിലാണ്. ജൂൺ 17-ാം തീയതി ബാംഗ്ലൂരാണ് എനിക്ക് VFSന് ഡേറ്റ് കിട്ടിയത്. അപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, 29-ാം തീയതി 5-ാം മാസം 29-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ട്, എടുക്കണമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ 5 എന്ന നമ്പർ കണ്ടിട്ട് ഞാൻ നമ്പർ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വിസക്ക് വെച്ചു. ഞാൻ വെച്ച് കഴിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും ഞാൻ വെച്ചതിന് ശേഷമാണ് വിസക്ക് വെച്ചത്. പക്ഷേ അവർക്കെല്ലാം വിസ വന്നു, എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മറുത്തു. പിന്നെ എനിക്ക് മെയിൽ വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വരുന്നത്. ആ ഡോക്യുമെൻറ്റ്സ് മിസ്മാച്ചാണ്, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് അയക്കാനൊക്കെ പറഞ്ഞാണ് എനിക്ക് മെയിൽ വരുന്നത്. അപ്പോൾ എനിക്ക് മാത്രം വിസ വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇനി റിജക്ഷൻ ആയിരിക്കുമോ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് ഒരു 12-ാം തീയതി മെയ് 3:30 സമയത്താണ്. അത് കഴിഞ്ഞ് ഞാൻ ദിവസങ്ങൾ എണ്ണി. അപ്പോൾ എനിക്ക് 55 എന്നൊരു നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ 55 നമ്പർ വരുന്നത് ജൂലൈ 5-ാം തീയതിയാണ്. 55-ാം ദിവസം വരുന്നത് ജൂലൈ 5-ാം തീയതി. ഞാനങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വ്യാഴാഴ്ച, അതായത് ജൂലൈ 2-ാം തീയതി എനിക്ക് ഒരു മെയിൽ വന്നു, എൻ്റെ വിസ ഡിസ്പാച്ചായെന്ന് പറഞ്ഞ്. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച സെയിം ടൈം 3:30 ആയപ്പോൾ എനിക്ക് 54-ാം ദിവസം, അതായത് ജൂലൈ 4-ാം തീയതി എനിക്ക് എൻ്റെ വിസ കൈവെത്തി. ദൈവത്തിനെ ഒത്തിരി നന്ദി പറയുന്നു. അതിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, വിസയ്ക്കും പിന്നെ ഇൻ്റർവ്യൂവും കുറേ കാര്യങ്ങളായിട്ട് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2-ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ തലവേദനയാണ്. ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് തലവേദന എപ്പോഴും വരും. ഞാൻ ഈ ജർമ്മൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ മാസത്തിൽ ഒരു 12 പെയിൻ കില്ലറെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യേണ്ടി വരുന്നു. എനിക്കിങ്ങനെ തലവേദന സഹിക്കാൻ പറ്റത്തില്ല, അത്രയും ഇതായിട്ടാണ് വരുന്നത്. എനിക്ക് പിന്നെ തലവേദന കൂടി വരുമ്പോൾ എനിക്ക് ഇങ്ങനെ കുഴഞ്ഞ് വീഡിയൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ഔട്ട് ആകുമായിരുന്നു. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്ത് ഇപ്പം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഇന്ന് വരെ ഞാൻ ഇതുവരെ ഒരു പെയിൻ കില്ലർ എൻ്റെ തലവേദനയ്ക്ക് വേണ്ടി എടുത്തിട്ടില്ല. ആ ഒരു ഒറ്റ കാര്യമാണ് എന്നെ ഉടമ്പടിയിൽ പിടിച്ച് നിർത്താനുള്ള ഒരു മെയിൻ ഒരു കാര്യം. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കും. ഞാൻ ഇതുപോലെ
ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഒരാൾക്കും പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുന്നതിൻ്റെ രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരാറാകുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. അതിൽ ഒരു പെന്തക്കോസ്തക്കാരി ചേച്ചിയാണ്. ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആ ചേച്ചി ഇതുപോലെ എൻ്റെ ഏജൻസി തന്നെ കൊടുത്തതാണ്, അവർക്ക് പാസ്സായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് അറിയില്ല, ചേച്ചി പെന്തക്കോസ്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം, ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം, മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ പിന്നെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി പറ്റുമെങ്കിൽ ഒന്ന് കൃപാസനത്തിൽ മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, പെന്തക്കോസ്ത ഇങ്ങനെ ഞങ്ങൾ പോവില്ല, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഞാൻ അന്ന് ഉടമ്പടി പുതുക്കാൻ വരുന്നതിൻ്റെ അന്ന് ആ ചേച്ചി എനിക്ക് രാവിലെ ഒരു 4:30-5 മണിയായപ്പോൾ മെസ്സേജ് ഇട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടി, ഞാൻ കിട്ടില്ലെന്ന് വിചാരിച്ച എൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അന്ന് എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് ചോദിക്കുന്ന 2-3 മെസ്സേജും വന്നു. അപ്പോൾ എനിക്കെന്തോ മാതാവ് എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് പോലെ തോന്നി. പിന്നെ എനിക്ക് ഉടമ്പടി എൻ്റെ ആദ്യത്തെ പുതുക്കലിൽ, രണ്ടാമത്തെ പുതുക്കലിലാണ് എൻ്റെ പുതുക്കലിൻ്റെ തലേ ദിവസമാണ് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ പുതുക്കലിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് വിസ കിട്ടുന്നത്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട്, പറ്റുന്ന സമയത്ത് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസവും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എൻ്റെ ബാഗിൽ 2 പൊതിച്ചോറ് ഞാൻ കരുതി വെക്കും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഓൺലൈൻ വഴി നമുക്ക് ഓരോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഓരോ ആഡൊക്കെ വരുമ്പോൾ, ഇപ്പോൾ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ ഇങ്ങനെ ഒരു ആഡ് വരാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്കൊക്കെ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഞാൻ അതനുസരിച്ച് മറ്റുള്ളവർക്ക് സഹായിക്കും. പിന്നെ എനിക്ക് ഒരു വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ IMSൽ പ്രശാന്ത് അച്ഛൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് എനിക്ക് പോകാൻ പറ്റി. ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ ഇതുവരെ കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല, മറ്റുള്ളവരെ സഹായിച്ചിട്ടില്ല, മാതാവ് എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാനും അച്ഛനായിട്ട് ഒരു ബന്ധമില്ല, അച്ഛൻ അത്രയും പൊക്കത്ത് നിൽക്കുന്ന ആളും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ എനിക്ക് അത്രയും പേരിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടി. അച്ഛൻ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അച്ഛൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. ഞാൻ അത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു, എനിക്ക് അങ്ങനെ തന്നുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ നമ്മുടെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് എന്തിനാണ്, കാരണം ഇതിന് മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു, ഇതിനിപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന്, അതാണ് ആൾക്കാർ ഇതാകുന്നത്. ഇപ്പോൾ ഇതിന് മുന്നേ പള്ളിയിലും പോവില്ല, പുറത്തിരിക്കും, ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങി പുറകെ ഇരുന്ന് ഫ്രണ്ട്സായിട്ടിരുന്ന് ഫോണിൽ അല്ലെങ്കിൽ സംസാരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ധ്യാനത്തിൻ്റെ സ്റ്റാറ്റസ്, അപ്പോൾ ഡെയിലി നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോയും വെച്ച് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ എല്ലാവരും എനിക്ക് റിപ്ലൈ തരും, ഇപ്പോൾ എന്താണ് നീ ഇങ്ങനെ ഇടുന്നത്, എന്താ ഇപ്പോൾ ദൈവത്തിൻ്റെ ഭക്തിമാർഗ്ഗമാണ്, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവർ, എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ സങ്കടങ്ങൾ പറയും. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ അവരുടെ പാരൻസിൻ്റെ മദ്യപാനവും പിന്നെ വീട്ടിലെ വഴക്ക് അല്ല അസുഖങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ നേരെ എടുത്ത് പറയുന്നത് മാതാവുണ്ട്, കൃപാസനത്തിൽ പോകുന്നതാണ് പറയുന്നത്. വേറെ ആദ്യം പറയുന്നത് അതായിരിക്കും. ഞാൻ എന്നിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ അനുഗ്രഹം അതിന് വേണ്ടിയാണെന്നൊന്നും എനിക്ക് മാതാവ് എൻ്റെ തലവേന എനിക്ക് ആദ്യം തന്നെ മാറ്റി തന്നത്. അങ്ങനെ കുറേ എനിക്ക് അനുഗ്രഹം ഇപ്പോൾ ഒത്തിരി പേരോട് എൻ്റെ തലവേന മാറിയിട്ടുണ്ട്. ഇങ്ങനെ അതുപോലെ ഞാൻ പറയും, എനിക്കെന്നെ വിസ കിട്ടി. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എനിക്ക് മാതാവ് അനുഗ്രഹിച്ചിട്ടാണ് എൻ്റെ വിസ കിട്ടിയത്, അല്ല എൻ്റെ കഴിവിലല്ല. കാരണം അതുപോലത്തെ ഒരു ഇതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എനിക്കൊരു വചനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്കൊരു വചനം കിട്ടി, മാർക്കോസ് 13:13, അവസാനം വരെ സഹിച്ച് നിൽക്കുവാൻ രക്ഷ പ്രാപിക്കുമെന്ന്. ആ വചനം എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം, ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ ഈ സെപ്റ്റംബർ ആകുമ്പോൾ 1 വർഷമായി, ഇത്രയും വർഷക്കാലം എല്ലാ കാര്യത്തിലും എനിക്ക് അവസാനം മാതാവ് എല്ലാം കൊണ്ടുവന്ന് തരും. അവസാനം വരെ നമ്മൾ സഹിച്ച് നിന്നാൽ മതി, മാതാവ് എനിക്ക് എല്ലാം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കുറച്ചൊക്കെ മടിച്ചിട്ടുണ്ട് പത്രം കൊടുക്കാൻ, എന്നാലും ആശുപത്രി കൊണ്ട് 2-3 വട്ടം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പള്ളിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇവിടെ നിന്ന് വരുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് മേടിച്ച് കൈ വെക്കും. പിന്നെ ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് വരെ ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെയിലി ബൈബിൾ വായിക്കും. പിന്നെ കുർബാന ഇതുവരെ മുടക്കിയിട്ട് 2026 തുടങ്ങിയിട്ട് ഞാൻ ആകെ 2 കുർബാനയെ മുടക്കിയിട്ടുള്ളൂ. അതെനിക്ക് അത്ര ഒരു അവസ്ഥയായതുകൊണ്ടാണ് ഞാൻ കുർബാന മുടക്കിയത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കുർബാന മുടക്കാൻ എനിക്കൊരു ഇത് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും, കുർബാന കൂടിയില്ലല്ലോ എന്നുള്ളൊരിത്. പിന്നെ എല്ലാ കുർബാനയും മുഴുവൻ കുർബാന കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കുർബാന ഞായറാഴ്ചകളിൽ ചിലപ്പോൾ സമയത്ത് 2-3 കുർബാന കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുർബാന എല്ലാം നേരത്തെ പുറത്തിരുന്ന് കൂടിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ അകത്തിരുന്ന് ദിവ്യബലി ഫുള്ളും പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ എന്തെങ്കിലും ആവശ്യം വന്നാൽ, ഞാൻ നേരത്തെ ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ വായിച്ചതിന് ശേഷം പിന്നെ പള്ളിയിൽ കയറിയിട്ട് പോലും ഇല്ല ആൾത്താരയിൽ. ഇപ്പം എൻ്റെ യൂണിറ്റിലോ എന്തെങ്കിലും കാഴ്ചവെപ്പിലോ എന്നോട് എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞാൽ ഞാൻ നോ പറയാതെ അത് ഞാൻ വായിക്കാറുണ്ട്. വിശ്വാസികളുടെ പ്രാർത്ഥനയിലും എല്ലാം വായിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ നോമ്പ് ചെറിയ നോമ്പ് എടുത്തിട്ടുണ്ട്. ജപമാല റാലിയിൽ പങ്കെടുത്തായിരുന്നു. അപ്പോൾ എനിക്കൊരു അനുഗ്രഹം കിട്ടിയായിരുന്നു. ഞാൻ 2025 നമ്മുടെ ഒക്ടോബർ 25 ജപമാല റാലി പങ്കെടുത്തു.
അത് കഴിഞ്ഞ് ഞാൻ അർത്തിങ്കയിലെത്തി ഒരു ഉച്ച 2:30 അർത്തിങ്കയിലെത്തിയത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ആൻറ്റിയുടെ വീടുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ജസ്റ്റ് കിടന്നു ഉറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു ശരീരമാകെ ഇങ്ങനെ കുളിരി കയറുന്നൊരു ഫീല്. എന്നിട്ട് പെട്ടെന്ന് എൻ്റെ കൃപാസന മാതാവ് നീല ഉടുപ്പിട്ട് എൻ്റെ തലക്ക് പൊക്കത്ത് കൈ വിരിച്ച് എന്നെ അനുഗ്രഹിക്കുന്ന പോലെ ഇങ്ങനെ പൊടി ഇങ്ങനെ വെള്ളപ്പൊടി ഇങ്ങനെ എൻ്റെ മേത്തോട്ട് ഇങ്ങനെ വീഴുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വട്ടം എൻ്റെ തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും യേശുവപ്പയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കുന്നു. സങ്കീർത്തനങ്ങൾ 63-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അഖിൽ ചേർത്തല തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ വാക്കുകളിലൂടെ എത്രമാത്രം വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയാണ് തൻ്റെ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് പൂർണ്ണമായിട്ടും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്തത് മുതലാണെങ്കിലും ഇവിടെ വരുവാനായിട്ട് ഇടയായത് ആരും പറഞ്ഞോ കേട്ടോ വന്നതല്ല, മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ആഗ്രഹത്തോടു കൂടിയാണ് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. ഉടമ്പടി എടുത്ത് ജീവിക്കുകയും തുടർന്ന് മുമ്പോട്ടൊക്കെ പോവുകയും ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ മേലാണ് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. പലപ്പോഴും തനിക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കുമാണെങ്കിലും ജർമ്മൻ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇൻ്റർവ്യൂ സ്വന്തമായ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും തനിക്കൊരു സ്കോപ്പില്ലാഞ്ഞിട്ടും മെറിറ്റില്ലാഞ്ഞിട്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന മേഡത്തിലൊക്കെ ചോദിക്കുന്ന കാര്യമുണ്ട്. എന്നാൽ അതിനെ തുടർന്നാണെങ്കിലും 30 പേരിൽ ഒരു 4-മനായിട്ട് തനിക്ക് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കിട്ടുകയൊക്കെ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയോട് തൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണെങ്കിലും തനിക്ക് ഈ തലവേദന വന്ന സമയത്താണെങ്കിലും പലപ്പോഴും കുറേയധികം ടാബ്ലറ്റ് ഉപയോഗിച്ച് മുമ്പോട്ട് പോയിരുന്ന രീതിയായിരുന്നു. നല്ല ഉടമ്പെടുത്തത് മുതലാണെങ്കിലും പ്രാർത്ഥന ചേർന്നാണെങ്കിലും ഒരു തരത്തിലുമുള്ള തലവേദനക്കുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. പഠിക്കുന്ന സമയത്താണെങ്കിലും മരുന്ന് ഉപയോഗിക്കുകയോ ഇതിനു മുമ്പാണെങ്കിലും തലവേദനകൾ വരാതിരിക്കുന്ന രീതിയിലേക്കാണ് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ട് തൻ്റെ ഒരു രോഗസൗഖ്യമായിട്ട് തന്നെയാണ് നമുക്ക് മുമ്പിൽ സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ കാരണപ്രവൃത്തിയിലാണെങ്കിലും ജീവിത രീതിയിലാണെങ്കിലും ഇന്നത്തെ തലമുറയുടെ ആണെങ്കിലും കൂട്ടുകാരുടെയൊക്കെ ഉടമ്പടി എടുത്ത് ജീവിക്കുവാനും കൃപാസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇമാം കാണിക്കുന്ന ധൈര്യമെന്ന് പറയുന്നത് ഉറച്ച പ്രാർത്ഥന വിശ്വാസ ജീവിതം തന്നെയാണ്. ഇപ്രകാരം സജീവമായിട്ട് ദേവാലയത്തിലേക്ക് പങ്കെടുക്കണമെന്ന് തൻ്റെ പഴയ ജീവിത രീതികളെ മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഭാവിയിലേക്ക് എപ്രകാരം ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കണമെന്നുള്ളൊരു പുറച്ച ബോധ്യത്തോടു കൂടിയാണ് നമുക്ക് മുമ്പിൽ തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുക. ഇന്ന് എൽത്താനക്ക് മുമ്പിലായിരിക്കുമ്പോൾ മുമ്പോട്ടുള്ള ഈ മകൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും അഖിലിനെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.